മറ്റാരുണ്ട് LDF അല്ലാതെ? അപ്പം ഞാൻ ഇനിയിപ്പോൾ നാളെ ഇന്നിപ്പോൾ 4 മണി വരെയാണ് പരസ്യ പ്രചരണത്തിന് സമയമുള്ളത്. ഇന്ന് 4 മണിക്ക് മുമ്പ് എവിടെ വെച്ചോണോ ഒരു പരസ്യ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചല്ലോ, വികസനമാണ് യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നുള്ള വിവരം അദ്ദേഹം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആ വികസന പ്രവർത്തനങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യാം. തെറ്റായി കാര്യം മനസ്സിലാക്കാതെ ഇറക്കിയിട്ടുള്ള നോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചർച്ച ചെയ്യാം. BJPയുടെ നേതാവ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചതായി കണ്ട് നിങ്ങളും ആരോപണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ടല്ലോ, കണ്ടു കാണും. എന്തെങ്കിലും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ നിങ്ങൾക്ക് ഇവന് മനസ്സിലായോ എന്ന് അറിയില്ല. കേന്ദ്രം എന്തൊക്കെയോ തന്നു, അത് ഉപയോഗിച്ചില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്ത് തന്നു, എന്തിന് തന്നു, ഇക്കാര്യങ്ങൾ കൃത്യമായി ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ എളുപ്പമായിരുന്നു. ഇങ്ങനെ ആകാശത്ത് നോക്കി ആരോപണം ഉന്നയിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഒരു കാര്യം ഞാനിവിടെ വ്യക്തമാക്കാം. എനിക്ക് 200 കോടി രൂപയുടെ വീടില്ല. എൻ്റെ ആസ്തികൾ എത്രയാണെന്ന് വളരെ കൃത്യമായി തന്നെ നാമനിർദ്ദേശ പത്രികയിൽ ഞാൻ രേഖപ്പെടുത്തിയിരുന്നു. അതാർക്കും പരിശോധിക്കാവുന്നതാണ്. പിന്നെ സ്വന്തം അമ്മായിയപ്പനെ ചതിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് തട്ടിയെടുത്ത സ്വഭാവം എനിക്കില്ല. കാശ് വാങ്ങി MP സ്ഥാനം സംഘടിപ്പിച്ചിട്ടില്ല. ഓരോ കാലത്തും ഓരോ പാർട്ടികൾ മാറി മാറി പരീക്ഷിച്ച് നടക്കുന്ന ശീലം എനിക്കില്ല. ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പിറ്റേന്ന് ഞാൻ രാഷ്ട്രീയം നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ച് ഓടുന്ന ആളല്ല ഞാൻ. എൻ്റെ കാര്യങ്ങൾ ഈ നാട്ടുകാർക്ക് കൃത്യമായി അറിയാം. എന്നെ കാണാൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും അവർക്കിടയിലുണ്ട്, ഈ മണ്ണിലുണ്ട്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് മാത്രം തൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് നേമത്തെ BJP സ്ഥാനാർത്ഥി പണം ഒഴുക്കുകയാണ്. അത് പ്രചരണ പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും കണ്ടാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ ഇലക്ഷൻ ഏജൻറ്റ് പരാതി നൽകും. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടാമെന്നുള്ള മട്ടിലാണ് BJPയുടെ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കാൻ കഴിയുന്നത് അദാനിക്ക് മാത്രമേ ഉള്ളൂ. എന്നെപ്പോലുള്ള ആൾക്കാർക്ക് മത്സരിക്കാൻ പ്രയാസമായിരിക്കും. ഈ മുണ്ടക്കൈ ചൂരൽ ദുരന്തത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വീട് വെച്ചു കൊടുക്കുവാനും അവരെ സഹായിക്കാനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് 230 വീട് വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 100 കോൺഗ്രസും 100 രാഹുൽ ഗാന്ധിയും 30 യൂത്ത് കോൺഗ്രസ്, അങ്ങനെ 230 വീടുകളാണ് വച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത്രയും കേരളത്തെ രാജ്യത്തെ ഞെട്ടിപ്പിച്ച ദുരന്തത്തിൽ പോലും ആ ദുരന്തത്തെ മറികടക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് അതിൽ പോലും തിരിമറി നടത്തുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. 5.80 കോടി രൂപയാണ് പിരിച്ചെടുത്തെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. എത്ര കോടിയെന്ന് ഇനി അറിയില്ല.
സ്ഥലം വാങ്ങി ആ സ്ഥലത്താണെങ്കിൽ 30 വീടുകൾ തന്നെ വയ്ക്കാൻ പറ്റുമെന്ന് സംശയമാണ്. അത് വന്യമൃഗങ്ങൾ ഏത് നിമിഷം വേണോ ഇറങ്ങി ശല്യം ചെയ്യുന്ന സ്ഥലത്താണ് സ്ഥലം വാങ്ങിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് വയ്ക്കേണ്ട 100 വീട്, രാഹുൽ വയ്ക്കേണ്ട 100 വീട്, 30 വീട് യൂത്ത് കോൺഗ്രസ് വയ്ക്കേണ്ടത്, അങ്ങനെ 230. എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് മുറിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾക്ക് ഇതൊന്നും ഒരു വാർത്തയേ അല്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യക്തികൾ തമ്മിലുള്ള ഡീലിങ്സ് അല്ല. ഇതൊരു സമൂഹത്തിൽ നടന്നിട്ടുള്ള ഒരു കള്ളത്തരമാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് നടപടി എടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. ഈ തിരിമറിയെ സംബന്ധിച്ചിടത്തോളം, കബളിപ്പിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.